ജയശങ്കർ സാറിന്റെ ഒരു വലിയ സൗഭാഗ്യം അതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വന്നു. ഉം. അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് അറിയാലോ, ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം അങ്ങനെ ഡൽഹിയിൽ പിറന്ന് വളർന്ന് ഡൽഹിയിൽ വിരാജിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാല് അതിനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ സകലമാന ചലനങ്ങളും കണ്ടുകൊണ്ടാണ് അദ്ദേഹം വളരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മുടെ എയർഫോഴ്സിലെ ഒരു പ്രതിരോധ വിദഗ്ധനായിരുന്നു. സുബ്രഹ്മണ്യം, കെ സുബ്രഹ്മണ്യം തമിഴ് ഒറിജിനലാണല്ലോ അവര്, അറിയാലോ. തമിഴ് ഒറിജിനാണ് ഇവരുടെയൊക്കെ ഒരു ബന്ധം. പക്ഷെ അദ്ദേഹത്തിന് അച്ഛന്റെ കാലം തൊട്ട് അച്ഛന്റെ വേരുകൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ, ബാക്കി മുഴുവൻ ഇദ്ദേഹം ഡൽഹിയിലാണ്. അപ്പോൾ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, എയർഫോഴ്സിലെ പ്രതിരോധ വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ കെ സുബ്രഹ്മണ്യം ഡൽഹിയിലുണ്ടായിരുന്നു, ആദ്യം ഡൽഹിയിൽ. അപ്പോൾ അത് അങ്ങനെയാണ്. അമ്മ അധ്യാപികയായിരുന്നു, സുലോചന എന്നാണ് അവരുടെ പേര്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, അച്ഛനും അമ്മയും മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തെക്കാൾ വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രതിഭാശാലിയുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ സഞ്ജയ് സുബ്രഹ്മണ്യം, പേരുകേട്ട ചരിത്രകാരൻ, ഹിസ്റ്റോറിയനാണ്. എന്ന് പറഞ്ഞാൽ പ്രതിഭ ദൈവവിലാസമായി തന്നെ ഒരു തരം ഈശ്വരവിലാസം പോലെ വന്നു ചേർന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ പ്രതിഭാശാലികളാണ്. അപ്പോൾ ഇദ്ദേഹം എയർഫോഴ്സ് സ്കൂളിലാണ്, ഡൽഹിയിലെ എയർഫോഴ്സ് സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. സ്വാഭാവികമായിട്ടും അവരുടെ അച്ഛൻ്റെ ജോലി എന്ന നിലയിൽ അവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അച്ഛന് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. ബാംഗ്ലൂരിലാണെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു മിലിറ്ററി സ്കൂളുണ്ട്, മിലിറ്ററി സ്കൂൾ. ആ മിലിറ്ററി സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ. അപ്പോൾ പ്രാഥമികമായി അദ്ദേഹം പഠിച്ചു തുടങ്ങിയത് ഡൽഹിയിലെ എയർഫോഴ്സ് സ്കൂളിലാണ്. പിന്നെ അദ്ദേഹം ബാംഗ്ലൂരിലെ മിലിറ്ററി സ്കൂളിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് പലരും സ്വപ്നം കാണുന്ന ഒരു കോളേജാണ് അത്. അപ്പോഴേക്ക് അച്ഛൻ വീണ്ടും ഡൽഹിയിലായി. അപ്പോൾ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏറ്റവും വിഖ്യാതമായ ഏറ്റവും ഗംഭീരമായ കോളേജാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് സെന്റ് സ്റ്റീഫൻസ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ സ്ഥാപിച്ച ആ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. ഇദ്ദേഹം ജനിച്ചത് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഒരു 8 കൊല്ലം കഴിയുമ്പോൾ 1955 കേട്ടോ ജനിച്ചത്. അപ്പം ഇങ്ങനെ സെന്റ് സ്റ്റീഫൻ കോളേജിലാണ് ഡിഗ്രി. അപ്പം തമാശ എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വഴിയിലല്ല, സഹോദരൻ ഹിസ്റ്ററിയാണ്, ആ വഴിയിലും അല്ല ഇദ്ദേഹം പോയത്. ഇദ്ദേഹം ഡിഗ്രിക്ക് ചേർന്ന് കെമിസ്ട്രിക്കാണ്. അപ്പോൾ ആ വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആണവ ശക്തിയോടൊക്കെയുള്ള ഒരു താല്പര്യം, രാജ്യത്തിന് വേണ്ടി താൻ ഒരു പക്ഷേ നാളെ ചെയ്യാൻ എനിക്ക് ആവശ്യമുള്ളൊരു സർവീസാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആരും പറയാതെ അദ്ദേഹം കെമിസ്ട്രി ഓപ്റ്റ് ചെയ്യാണ്.